Welcome to this class, ECT 342 Embedded Systems, Module 5. Module 5 is about real-time operating systems. So in this module, actually you are covering operating systems and real-time operating systems, RTOS. So basics of what an operating system is and what are the details about the real-time operating system. So embedded system അകത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? 2 ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. ബട്ട് വാട്ട് ആർ ദി ക്വസ്റ്റ്യൻസ്? The questions like this: distinguish between thread and process, what is an operating system, sketch the architecture of typical operating system, what is deadlock, what are the conditions favoring it, explain the ways for detecting and preventing deadlocks, what are different types of kernels, explain the services of kernel for a general purpose operating system, show the different states of a task, extend the types of multitasking, scheduling algorithms, what are the requirements to be considered while choosing a RTOS, what is kernel and their services, differentiate multitasking and multiprocessing, explain task scheduling algorithms in detail, what is RTOS, distinguish between soft real-time and hard real-time systems, explain the types of real-time operating systems, what is task synchronization, explain task synchronization issues, explain the basic functions in the RTOS, etc. So these are the 2 വർഷത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരു മോഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നതാണ്. സോ 14 + 6 ഏകദേശം 20 മാർക്സ് ഈ ഒരു മോഡ്യൂൾ കവർ ചെയ്യും. സോ 1/5 ഓഫ് ദി മാർക്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തിയറിയാണ്, വായിച്ച് പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, സോ ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു. ഇനിയും already my YouTube classes about these topics are already there in the YouTube. I will share the link. മുമ്പ് പണ്ടത്തെ ക്ലാസ്സിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ബട്ട് ദിസ് വീഡിയോ, ദിസ് ഇസ് എക്സ്ക്ലൂസീവ്ലി 1 hour in a nutshell. അതാണ്. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് നോക്കി പഠിക്കാവുന്നതാണ്. ദാറ്റ് വിൽ ബി അറൌണ്ട് 2-3 hours ആയിട്ടുള്ള വീഡിയോസ് ആണ്. 5th മോഡ്യൂളിൽ നിങ്ങളെ കുറച്ച് ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. മെറ്റീരിയൽസ് ഷെയർ ചെയ്യാം. സോ ഇതൊരു ജസ്റ്റ് ഒരു 7 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കേണ്ടത് 1 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സോ അതിൻ്റേതായിട്ടുള്ള ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. ബട്ട് ചില ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയറൈസ് ആകാനും ചിലത് എവിടെ വരുന്നതെന്നുള്ളതും, പിന്നെ 5th മൊഡ്യൂൾ വലിയൊരു തിയറിയാണ് സാധാരണ ചോദിക്കുന്നത്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. സോ ആ രീതിയിൽ കാണുക. 4th മൊഡ്യൂളിൻ്റെ കുറച്ച് നോട്ട്സും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാം, PPT ആയിട്ട് ഷെയർ ചെയ്യാം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ ക്ലാസ് എക്സ്ക്ലൂസീവ്ലി 5th മൊഡ്യൂളിന് വേണ്ടി ഉള്ളതാണ്. ഇത് തിയറിയാണ്. അതുകൊണ്ട് ഇത് ടേംസ് മനസ്സിലാക്കുക, ഫിഗേഴ്സ് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക, ഫിഗേഴ്സിലൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇതിനൊരു ഈ ഒരു മോഡ്യൂളിനൊരു ഒരു ലാംഗ്വേജ് ഉണ്ട്. അപ്പം ആ കുറേ വാക്കുകളുണ്ട്. ആ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുക, തിരിച്ചും മറിച്ചൊക്കെ ഉപയോഗിക്കുക. കാരണം ഇതൊരു ഫുള്ളി ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, സോ ഷാൽ വി ഗോ ടു ദ ക്ലാസ്? ഓക്കെ, സോ ഗോയിങ് ഫാസ്റ്റ്. എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞാൻ അതിനൊരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രിഡ്ജ്. It's a bridge between hardware and user applications. User applications എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. അത് ഹാർഡ്വെയർ ഉണ്ട്, ലൈക്ക് ദ ഡിസ്പ്ലേ, പ്രോസസ്സർ, കീബോർഡ്. അതും തമ്മിൽ ബ്രിഡ്ജ് ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇൻ ദ സ്ലൈഡ്സ് ഐ ഹാവ് റിട്ടൺ ഇറ്റ് ഇൻ ഡീറ്റെയിൽ സോ ദാറ്റ് യു ക്യാൻ യൂസ് ദ സ്ലൈഡ്സ് ഫോർ സ്റ്റഡിയിങ്. But rather I am going to explain the figures so that it will be easy for you. And actually ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരയ്ക്കണം നിങ്ങൾ when you are drawing the architecture. So you can see user applications and hardware, and അതിനിടയ്ക്ക് കിടക്കുന്ന സോഫ്റ്റ്വെയർ പാർട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് you can see
there are two types of other softwares. One is application software and system software. System software ആണ് assembler, compiler, debugger അങ്ങനത്തേത്. Application software ആണ് applications വേണ്ടി ഉപയോഗിക്കുന്നത്. Maybe browser, maybe Microsoft Word, etc. Okay. So ഇതിനെ എല്ലാം ബ്രിഡ്ജ് ചെയ്യുന്നതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാസ് സെവറൽ ഫങ്ഷൻസ് ആസ് ഷോൺ ഇൻ ദിസ് ഡയഗ്രാം. Memory management, security, job accounting, process management, device management, file management, coordination, monitoring, health, networking, control, etc. But the major ones are as shown in this diagram. If I കാണിച്ചിരിക്കുന്നത് പോലെ the major ones are the memory management, process management, time management, file system management, and IO management. Okay. So, ഇതാണ് major functions of the operating system എന്ന് പറയുന്നത്. And ഈ operating systemവും യൂസറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് the application program interface. And operating systemവും ഹാർഡ്വെയറും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. So you might be familiar with these terms. What they are, understand their relevance അല്ലെങ്കിൽ significance. അപ്പോൾ ഇനി എന്താണ് why an operating system is required? ഇതൊക്കെ നമുക്ക് പഠിക്കാം. റിസോഴ്സ് ആർബിട്രേഷൻ. റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പലതരത്തിലുള്ള ഹാർഡ്വെയർ ഉണ്ട്. അപ്പോൾ അതിനെ തക്ക സമയത്ത് തക്കതിന് കൊടുക്കണം. അതാണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. So allocating the resources. Sometimes two applications require the same resource, so you have to allocate that. The same way, hardware layer abstraction. See, there will be printers, they are of different types. പക്ഷേ എന്താണ് ഒരു സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുമ്പോൾ അത് എപ്സന്റെ പ്രിന്റർ ആണോ കാനന്റെ പ്രിന്റർ ആണോ നോക്കുന്നില്ല. ജസ്റ്റ് ഈസ് ആസ് എ പ്രിന്റർ. സോ ഒരു ഹാർഡ്വെയർ ലെയറിന്റെ ഒരു അബ്സ്ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. Provides a platform for application development. It performs task scheduling and prioritization. Task എന്താണെന്നുള്ളതും ഷെഡ്യൂളിംഗ് എന്താണെന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്നുണ്ട്. സോ പ്ലീസ് ലേൺ ലൈക്ക് ദിസ്. പവർ മാനേജ്മെന്റ് നിങ്ങൾക്കറിയാം. പവർ ഷട്ട് ഡൗൺ ഉണ്ട്, സ്ലീപ്പ് ഉണ്ട്, ഹൈബർനേറ്റ് ഉണ്ട്. സോ പവർ മാനേജ്മെന്റ്, സിസ്റ്റം മോണിറ്ററിംഗ് ആൻഡ് പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ, ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. വി വിൽ സീ ദാറ്റ് IPC, ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, system configuration administration, fault tolerance and disaster recovery. Disaster എന്ന് പറയുമ്പോൾ പുറത്തെ ഡിസാസ്റ്റർ അല്ല, ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ഡെഡ്ലോക്സ്, ഫോൾട്ടുകൾ, അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റണം, റിക്കവർ ചെയ്യാൻ പറ്റണം. അതിനാണ് ബാക്കപ്പ് ഉള്ളത്. നമുക്ക് ഡെയിലി ബാക്കപ്പ്, മന്ത്ലി ബാക്കപ്പ് ഉണ്ട്, അപ്ഡേഷൻ ഉണ്ട്, ദെൻ കസ്റ്റമൈസേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ. ഇതിനെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. ആൻഡ് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് operating system? Some 6, 8 or 10 are given. Concurrency, മൾട്ടിപ്പിൾ പ്രോഗ്രാംസിന് ഒരേ സമയത്ത് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റണം അല്ലേ. ഞാനിപ്പം തന്നെ ഞാൻ PPT പ്രസന്റ് ചെയ്യുന്നുണ്ട്. എന്താണ് അത് ഒരു ഗൂഗിൾ മീറ്റിൽ അപ്ഡേറ്റ് ആകുന്നുണ്ട്. so many programs are being done at the same time. So concurrency, multi-programming, ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ, വെർച്വലൈസേഷൻ. വെർച്വലൈസേഷൻ പറഞ്ഞാൽ ഒരു OS വേറെ OS റൺ ചെയ്യുന്നതിനാണ് വെർച്വലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കിപ്പം വിൻഡോസിൻ്റെ അകത്ത് വേണമെങ്കിൽ ലിനക്സ് ഓടിക്കാം. സോ അതാണ് വെർച്വലൈസേഷൻ. യു ക്യാൻ ക്രിയേറ്റ് എ വെർച്വൽ OS. പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി, ഫോൾട്ട് ടോളറൻസ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്, യൂസർ ഇന്റർഫേസ്, ഡിവൈസ് മാനേജ്മെന്റ്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് OS. സോ ഇത് ടേംസ് നിങ്ങൾ ഇപ്പം ഞാൻ 3 സ്ലൈഡിൻ്റെ അതും പല കാര്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, പിന്നെയുള്ളതാണ് കേർണൽ എന്ന് പറയുന്നത്. സോ കേർണൽ ഇസ് ദി കോർ ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു കോറായിട്ട് നമുക്ക് പറയാം. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ മാനേജിംഗ് ദ സിസ്റ്റം റിസോഴ്സസ് ആൻഡ് ദി കമ്മ്യൂണിക്കേഷൻ എമംഗ് ദി ഹാർഡ്വെയർ ആൻഡ് അതർ സിസ്റ്റം സർവീസസ്. It is an abstraction layer between system resources and user application. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് കേർണൽ എന്ന് പറയുന്നത്. It contains a set of system libraries and
services. What are the functions of kernel? നമ്മുടെ OSനകത്ത് കുറച്ചുകൂടെ ഫങ്ഷൻസ് ഉണ്ട്, പക്ഷെ കേർണലിൻ്റെ അകത്ത് വി ആർ അവോയ്ഡിങ് സെക്യൂരിറ്റി, ഫോൾട്ട് ടോളറൻസ് അതെല്ലാം മാറിയിട്ട് there are some specific functions: process management, primary memory management, secondary storage management, file system management, IO system device management, protection systems like access permissions. Okay, എല്ലാ ഏരിയാസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. So it depends upon different types of users are there. So access permissions are there and interrupt handler. ഇതൊക്കെയാണ് കേർണലിൻ്റെ ഫങ്ഷൻസ്. സോ OSന്റെ ഫങ്ഷൻസിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും കേർണലിൻ്റെ ഫങ്ഷൻസ്. ചില ടേംസ് kernel space and user space. The memory space at which kernel code is located, it is called kernel space, and all user applications are loaded to a specific area of primary memory, and this memory area is referred to as user space. And this partitioning is purely operating system dependent ആയിരിക്കും. In kernel design, ഇത് ചോദിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിൽ കേർണൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് മോണോലിത്തിക് കേർണൽ, രണ്ട് മൈക്രോ കേർണൽ. മോണോലിത്തിക് കേർണൽ എന്ന് വെച്ചാൽ, മോണോലിത്തിക് എന്ന് വെച്ചാൽ മോണോ മീൻസ് സിംഗിൾ, ലിത്തിക് മീൻസ് സ്റ്റോൺ. അപ്പോൾ ഒറ്റ സ്റ്റോൺ എന്നുള്ള ഒരു ഇതിൽ നിന്നാണ്. ദാറ്റ് മീൻസ് എല്ലാ all the kernel services run in the kernel space. അതാണ് മോണോലിത്തിക് കേർണൽ എന്ന് പറയുന്നത്. മൈക്രോ കേർണൽ എന്ന് വെച്ചാൽ only the essential services will be run in the kernel. Rest of the operating system services are implementing programs known as servers which run in user space. അപ്പോൾ kernel space ഉണ്ട്, user space ഉണ്ട്. അപ്പോൾ kernel spaceൻ്റെ അകത്ത് അത്യാവശ്യം മാത്രമുള്ളതാണ് മൈക്രോ കേർണൽ എന്ന് പറയുന്നത്. Monolithic kernel means all the services will be in the kernel. അതാണ് monolithic. ഇത് ചോദിച്ചിട്ടുണ്ട്. This question has also been asked. What are the type of operating systems? Two types are there. Generally, I can say two types broadly. One is general purpose operating system. Other is real-time operating system. General purpose operating system എന്ന് പറയുന്നത് generalized ആണ്. Timing constraints ഒന്നുമില്ല. എപ്പം തീർത്താലും ഒരു പ്രോസസ്സ് ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല. അതാണ് ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് okay, it is non-deterministic in behavior. It can inject random delays. അപ്പോൾ ഡിലേ ഒന്നും വന്നാലും കുഴപ്പമില്ല. ബട്ട് RTOS means it implies deterministic timing behavior. അപ്പം ഒരു ടൈമിംഗ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അതാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. ജനറൽ പർപ്പസിൻ്റെ എക്സാമ്പിൾ ആണ് വിൻഡോസ്, ഡോസ് ഒക്കെ. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ആണ് വിൻഡോസ്, എംബഡഡ് കോണ്ടാക്ട്, QNX, VxWorks, മൈക്രോC, OS2. ഇതൊക്കെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് എ റിയൽ ടൈം കേർണൽ? സോ റിയൽ ടൈം കേർണലിൻ്റെ ഫങ്ഷൻസ് നമ്മൾ നേരത്തെ കണ്ട വാക്കുകൾ തന്നെയാണ്. So task management, scheduling, synchronization, error അല്ലെങ്കിൽ exception handling, memory management, interrupt handling, time management, ഇതൊക്കെയാണ് functions of a real time kernel. ഇത് ചോദിച്ചിട്ടുണ്ട്. What are the types of real time operating systems? One is hard real time operating system, other is called soft real time operating system. So hard real time എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് that real time property should be strictly maintained. അതാണ് ഹാർഡ് റിയൽ ടൈം എന്ന് പറയുന്നത്. സോഫ്റ്റ് റിയൽ ടൈം എന്ന് പറയുന്നത് ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി മീറ്റിംഗ് ഡെഡ് ലൈൻസ് ബട്ട് ഓഫർ ദ ബെസ്റ്റ് എഫേർട്ട് ടു മീറ്റ് ദ ഡെഡ് ലൈൻസ്. സോ ഡെഡ് ലൈൻസ് ഇച്ചിരി മിക്സ് ചെയ്താലും കുഴപ്പമില്ല. അതാണ്. സോ ഹാർഡ് റിയൽ ടൈമിൻ്റെ എക്സാമ്പിൾ ആണ് യു ക്യാൻ സി ഓട്ടോമാറ്റിക് ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ABS സിസ്റ്റം, വെഹിക്കിൾസിലൊക്കെ ഉള്ള ഇത്. സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസ് ആണ് ATM, ഓഡിയോ വീഡിയോ പ്ലേ ബാക്ക്, ഇതെല്ലാം. സോ ഇതും ചോദിച്ചിട്ടുണ്ട്. ദിസ് ആർ സിമ്പിൾ തിങ്സ്. വായിച്ചാൽ മനസ്സിലാവും, വായിച്ചിട്ട് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക്, മോഡലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ 3 വാക്ക്: ടാസ്ക്, ത്രെഡ്, പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും വീണ്ടും പലയിടത്തും വരുന്നുണ്ട്. അപ്പം ടാസ്ക് മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണ് അതൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. സോ വാട്ട് ഈസ് എ ടാസ്ക്? ഇതൊരു നാരോ ഡെഫിനിഷനാണ്. സംടൈംസ് ദേ ആർ, ചില ബുക്കുകളിലൊക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. സോ ടാസ്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. ഇപ്പം എക്സിക്യൂട്ട് ചെയ്യുന്ന
by the operating system. Task is a functional description of a connected set of operations. And task is also known as job. അപ്പം നമ്മൾ OS ന്റെ ഇത് പഠിച്ചപ്പം ജോബ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. സോ ജോബ് മാനേജ്മെന്റ് ആക്ച്വലി മീൻസ് ടാസ്ക് മാനേജ്മെന്റ്. A program or part of it in execution is called a process. So ഒരു ടാസ്ക് എന്ന് പറയുന്നതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ടാസ്ക് എന്ന് നമ്മൾ പറയുന്നത്. ഒരു പ്രോഗ്രാമിനെയോ അതിന്റെ പാർട്ടിനെയോ ആണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. സോ പ്രോസസ് ഇസ് മൈ ബി എ ടാസ്ക് കൺസിസ്റ്റ് ഓഫ് സെവറൽ പ്രോസസ്. അതാണ് മനസ്സിലാക്കേണ്ടത്. So task is a program in execution. A program or a part of it. It is called a process. Okay. ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് സെന്റൻസ് അത് തന്നെയാണ്. Okay. So multiple instances of the same program can be executed simultaneously. അപ്പോൾ നമുക്ക് ഓരോ പ്രോസസ്സിനും നമുക്ക് സിസ്റ്റം റിസോഴ്സസ് ആവശ്യമായിട്ട് വരും. IO ഡിവൈസസും സിസ്റ്റം ഡിവൈസസും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. ആൻഡ് എ പ്രോസസ് ഇസ് സീക്വൻഷ്യൽ ഇൻ എക്സിക്യൂഷൻ ആൻഡ് കൺസെപ്റ്റ് പ്രോസസ് ലീഡ് ടു കൺകറന്റ് എക്സിക്യൂഷൻ. ഓക്കെ, രണ്ട് പ്രോസസ്സിന് ഒരേ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പാരലലിസം എന്ന് പറയുന്നത്. സോ ഒരു പ്രോസസ്സ് അതിനൊരു ഫിഗറാണ്. ഈ ഫിഗേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക, കാരണം എളുപ്പമാണ് നിങ്ങൾക്ക് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ എഴുതാൻ. ഒരു പ്രോസസ്സിന് എ സ്റ്റാക്ക്, വിൽ ബി എ വർക്കിംഗ് രജിസ്റ്റർ, വിൽ ബി സ്റ്റാറ്റസ് രജിസ്റ്റർ ആൻഡ് ദി പ്രോഗ്രാം കൗണ്ടർ. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് the requirement, code memory corresponds to the process. And this is the memory organization of a process. അപ്പോൾ സ്റ്റാക്ക് മെമ്മറി ഉണ്ട്. സ്റ്റാക്ക് മെമ്മറി ഗ്രോസ് താഴോട്ടാണ്, ഡേറ്റ മെമ്മറി താഴെ നിന്ന് മേളിലോട്ടാണ് പോകുന്നത്. അപ്പം ലോവർ ബൈറ്റിൽ നിന്നും മേളിലോട്ട് പോകുന്നതാണ്. ദെൻ ബി ഡാറ്റ മെമ്മറി ആൻഡ് കോഡ് മെമ്മറി. സോ ഒരു പ്രോസസ്സിന് ഒരു പർട്ടിക്കുലർ കോഡ് മെമ്മറി കാണും, ഡേറ്റ മെമ്മറി കാണും, സ്റ്റാക്ക് മെമ്മറി കാണും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദി പ്രോസസ് സ്റ്റേറ്റ്സ്? സോ ബേസിക്കലി ഒരു പ്രോസസ്സിന് 5 സ്റ്റേറ്റ്സ് ആണുള്ളത്. ക്രിയേറ്റഡ് സ്റ്റേറ്റ്, ഇനിഷ്യലൈസ്ഡ് സ്റ്റേറ്റ്, അവിടെ നിന്ന് അതിന് റെഡിയാണ്, റൺ ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന സ്റ്റേറ്റിനാണ് റെഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് എ റണ്ണിങ് സ്റ്റേറ്റ് when the process is running. There can be a state when the process is blocked, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, അതാണ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റേറ്റ്. ദെൻ ദ പ്രോസസ് ഹാസ് എ കംപ്ലീറ്റഡ് സ്റ്റേറ്റ്. ഇതാണ് 5 സ്റ്റേറ്റ്സ് ഓഫ് ദി പ്രോസസ് ഉണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം പഠിക്കണം. ഈ ഡയഗ്രത്തിൻ്റെ അകത്ത് ക്രിയേറ്റഡ് എന്ന സ്റ്റേറ്റ് ഉണ്ട്, അത് മെമ്മറിയിൽ ഉണ്ടായി, അത് കഴിഞ്ഞ് മെമ്മറിയിൽ ഉണ്ടായിരുന്ന അതിനെ മെമ്മറിയിൽ നിന്ന് വിളിക്കുന്നതാണ് ready to run. Then അതിനെ when it is scheduled for execution, എപ്പോഴാണോ അത് റൺ ചെയ്യാൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ റെഡി ആകുന്നത് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ ദ റണ്ണിങ് സ്റ്റേറ്റ്. റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് അതിനെ ഇൻട്രപ്റ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് പ്രീഎംപ്റ്റഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് പ്രീഎംപ്റ്റഡ്. പ്രീഎംപ്റ്റഡ് എന്ന് വെച്ചാൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ അതിനേക്കാളും പ്രയോറിറ്റി ഉള്ളത് വന്നതുകൊണ്ട് അതിനെ സ്റ്റോപ്പ് ചെയ്തു. അതാണ് പ്രീഎംപ്റ്റഡ് എന്ന് പറയുന്നത്. സോ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് പ്രീഎംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഗോസ് ബാക്ക് ടു ദി റെഡി സ്റ്റേറ്റ്. ഇറ്റ് ഈസ് റെഡി ഫോർ റണ്ണിങ്, ബട്ട് നൗ ഇറ്റ് ഈസ് ബീങ് ഇൻട്രപ്റ്റഡ്. അതാണ് ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്നത്. From the running state, it can go for blocked state, where it's waiting for some resource, some shared resource അല്ലെങ്കിൽ IO, ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ബ്ലോക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ നിന്ന് സം റീഡ് റൈറ്റ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഷെയർഡ് റിസോഴ്സ് കിട്ടി, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഗോസ് ടു ദി റെഡി സ്റ്റേറ്റ്. അപ്പോൾ റണ്ണിങ് ആയിട്ടില്ല. റണ്ണിങ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ മെമ്മറി ലോഡ് ചെയ്ത് ഇറ്റ് ഹാസ് ടു ബി ഷെഡ്യൂൾഡ്. റൺ ചെയ്യാനായിട്ട് അതിനെ ഷെഡ്യൂൾ ചെയ്യണം. ഓക്കെ. ആൻഡ് ഫൈനലി യു ഹാവ് ദി എക്സിക്യൂഷൻ ഓർ കംപ്ലീഷൻ സ്റ്റേറ്റ് when the process is completed. ഇത് കറക്റ്റായിട്ട് പഠിക്കുക. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്.
Now, what is process management? അപ്പോൾ എന്താണ് ഇതാണ് പ്രോസസ്. അപ്പോൾ പ്രോസസ് മാനേജ്മെന്റ് എന്താണ്? It is dealing with the creation, setting up of memory space, loading the process code to memory space, allocating system resources, setting up process control block PCB, and process termination and deletion. അപ്പം ഇതെല്ലാം ഡീൽ ചെയ്യുന്നതിനെയാണ് പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് വാക്കാണ് ത്രെഡ് എന്ന് പറയുന്നത്. ത്രെഡ്. സോ what is a thread? Thread is a single sequential flow of control within a process. ഒരു പ്രോസസ്സിന്റെ അകത്തെ sequential flowനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. Thread is also not it's a lightweight process. Okay. A process can have many threads of execution, and different threads which are part of the process share the same address space, meaning that they share the data memory, code memory, and heap memory area. And threads may maintain their own status and program counter. അപ്പോൾ അതാണ് ത്രെഡ് എന്ന് പറയുന്നത്. ഒരു പ്രോസസ്സിന്റെ സീക്വൻഷ്യൽ ഫ്ലോയിനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. So you can see inside a process there will be stack memory for thread 1, this is stack memory for thread 2. So ഒരേ പ്രോസസ്സിന് രണ്ട് ത്രെഡ് ഉണ്ട്, ത്രെഡ് 1ഉം ത്രെഡ് 2ഉം ഉണ്ട്. അപ്പോൾ ത്രെഡ് 1ന് ഒരു സ്റ്റാക്ക് മെമ്മറി കൊടുത്തിട്ടുണ്ട്, ത്രെഡ് 2ന് ഒരു സ്റ്റാക്ക് മെമ്മറി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദേ ക്യാൻ റൺ അറ്റ് ദി സെയിം ടൈം, ബട്ട് ദേ ഷെയർ ദി other things are all common. See, data memory and code memory, they are all common, they are shared. So ഒരു ക്വസ്റ്റ്യൻ പോസിബിളി വരാൻ സാധ്യതയുള്ളത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ത്രെഡ് ആൻഡ് പ്രോസസ് എന്നുള്ളത്. അപ്പം ഞാൻ ഡിഫറൻസ് തന്നിട്ടുണ്ട്, സോ നിങ്ങൾ അതൊന്ന് വായിച്ച് പഠിക്കുക. ഓക്കെ. നൗ മൾട്ടി ത്രെഡിങ്. മൾട്ടി ത്രെഡിങ് മീൻസ് ഇതാണ് പല ത്രെഡ്സ് സെയിം ടൈമിൽ റൺ ചെയ്യുന്നതിനെയാണ് മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ്? മൾട്ടി ത്രെഡിങ് ചെയ്യുമ്പോൾ ബെറ്റർ മെമ്മറീസ് യൂട്ടിലൈസേഷൻ, ബെറ്റർ സ്പീഡ്, ബെറ്റർ CPU യൂട്ടിലൈസേഷൻ, ഇതൊക്കെ സാധ്യമാകും മൾട്ടി ത്രെഡിങ്. അപ്പം ഇതൊരു മൾട്ടിപ്പിൾ ത്രെഡിൻ്റെ ഒരു ഇതാണ് ഒരു ടാസ്ക് അല്ലെങ്കിൽ പ്രോസസ്. അപ്പം അതിന് 3 ഡിഫറെൻറ്റ് ത്രെഡ്സ് ഉണ്ട്. So each thread has its own stack and registers. മൾട്ടി ത്രെഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രോസസ്സിന്റെ അകത്ത് തന്നെയാണ് മൾട്ടി ത്രെഡ് സംഭവിക്കുന്നത്. ഓക്കെ. ബട്ട് അത് ത്രെഡ് സ്റ്റാൻഡേർഡ്സ് ഇത് ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. See, the whole topic is taken from the 4th reference, KV Shibu. So അതിലുള്ള ടോപ്പിക് എല്ലാം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ത്രെഡ് സ്റ്റാൻഡേർഡ്സ്. So basically 3 thread standards ആണ്. Okay, basically 3 thread libraries ആണ് ഉള്ളത്. ഒന്ന് POSIX threads, that is portable operating system interface. Then Win32, Windowsന്റെ Win32 threads. Then Java threads. So അങ്ങനെ 3 തരത്തിലുള്ള commonly available thread class libraries ഉണ്ട്. ഓക്കെ. ഇനി ഇതൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കാണ് പ്രീഎംഷൻ എന്നുള്ളത്. സോ ത്രെഡ് പ്രീഎംഷൻ. ഇപ്പം എന്താണ് ത്രെഡ് പ്രീഎംഷൻ എന്ന് വെച്ചാൽ ദി ആക്ട് ഓഫ് പ്രീഎംപ്റ്റിംഗ് ദി കറന്റ്ലി റണ്ണിങ് ത്രെഡ്. ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് ദി കറന്റ്ലി റണ്ണിങ് ത്രെഡ്. അതിനെയാണ് നമ്മൾ ത്രെഡ് പ്രീഎംഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി ബേസ്ഡ് ഓൺ ദി ഡിപ്പെൻഡൻ്റ് ഓൺ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം എന്താണ് ആ ത്രെഡ് ഒരു ത്രെഡിനെ ചേഞ്ച് ചെയ്ത് വേറൊരു ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് അപ്പോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ദി ടൈപ്പ് ഓഫ് ത്രെഡ്. ഇറ്റ് ഫോൾസ് ഇൻ ടു 2 types ഓഫ് ത്രെഡ്സ് ഉണ്ട്. യൂസർ ലെവൽ ത്രെഡ്സും ഉണ്ട്, കേർണൽ ലെവൽ ആൻഡ് സിസ്റ്റം ലെവൽ ത്രെഡും ഉണ്ട്. ഓക്കെ. ഇറ്റ്സ് ഓൾസോ നെറ്റബിൾ. പിന്നെ വരുന്ന 2 വാക്കുകളാണ് മൾട്ടി പ്രോസസ്സിംഗ്,
മൾട്ടി ടാസ്കിങ്. അപ്പൊ ഇവിടെ കുറെ വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മൾട്ടി പ്രോസസ്സിംഗ്, മൾട്ടി പ്രോഗ്രാമിംഗ്, മൾട്ടി ടാസ്കിങ്. വി ഓൾറെഡി ലേൺ മൾട്ടി ത്രെഡിങ്. ഇതും മൾട്ടി പ്രോസസ്സിംഗ് മീൻസ് എബിലിറ്റി ടു എക്സിക്യൂട്ട് മൾട്ടിപ്പിൾ പ്രോസസ്സസ് സൈമൾട്ടേനിയസ്ലി. സോ മൾട്ടി പ്രോസസ്സറിന് എന്താണ് മൾട്ടിപ്പിൾ CPUs ആവശ്യമായിട്ട് വരും. മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ഇൻ മെമ്മറി. സോ യൂണി പ്രോസസർ സിസ്റ്റം ആണെങ്കിൽ മൾട്ടി പ്രോസസ്സസ് റൺ ചെയ്യത്തില്ല, പക്ഷെ മൾട്ടി പ്രോഗ്രാമിംഗ് വേണമെങ്കിൽ റൺ ചെയ്യാൻ പറ്റും. Then it is multitasking. അപ്പോൾ ടാസ്ക്, മൾട്ടിപ്പിൾ ടാസ്ക് ഒരേ സമയത്ത് നടത്തുന്നതിനെയാണ് നമ്മൾ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. സോ മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോസസ്സസ് ഒരേ സമയം നടത്തുന്നതിനെയാണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരലൽ പ്രോസസ്സിങ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോസസ്സസ്, ഇപ്പം മൈക്രോ കൺട്രോളറിൻ്റെ അകത്ത് തന്നെ പല കോർ കാണും. സോ ഈച്ച് ഓഫ് ദി കോർ ക്യാൻ റൺ ഡിഫറെന്റ് പ്രോഗ്രാംസ്. സോ ദാറ്റ് ആർ ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് മൾട്ടി പ്രോസസ്സിംഗ്, മൾട്ടി ടാസ്കിങ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാക്കാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. സോ ചേഞ്ചിങ് ദി കറന്റ് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ഇസ് നോൺ ആസ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങിൻ്റെ അകത്ത് ഇപ്പം നടന്നുകൊണ്ടിരുന്ന ടാസ്ക് അല്ലെങ്കിൽ പ്രോസസ്സ് നിർത്തി വേറൊരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമ്മൾ ആവശ്യമായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ് കോണ്ടെക്സ്റ്റ് സേവിങ്ങും കോണ്ടെക്സ്റ്റ് റിട്രീവലും. സോ മൾട്ടി ടാസ്കിങ് ഇൻവോൾവ്സ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്, കോണ്ടെക്സ്റ്റ് സേവിങ് ആൻഡ് കോണ്ടെക്സ്റ്റ് റിട്രീവൽ. കോണ്ടെക്സ്റ്റ് സേവിംഗ് എന്ന് വെച്ചാൽ ഇപ്പം ചെയ്തതിനെല്ലാം നമുക്ക് സേവ് ചെയ്ത് വെക്കണം. അത് ചിലപ്പം സ്റ്റാക്കിലായിരിക്കും, മറ്റ് റിസോഴ്സസിലായിരിക്കും. പിന്നെ അതിനെ അറ്റ് ദി എൻഡ് ഓഫ് ദാറ്റ് വി ഹാവ് ടു റിട്രീവ് ഇറ്റ്, തിരിച്ചെടുത്ത് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനാണ് കോണ്ടെക്സ്റ്റ് റിട്രീവൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. മൾട്ടി ടാസ്കിങ്ങിൻ്റെ എക്സാമ്പിൾസ് 3 തരത്തിലുള്ള മൾട്ടി ടാസ്കിങ് ഉണ്ട്. ഒന്ന് കോഓപ്പറേറ്റീവ് മൾട്ടി ടാസ്കിങ്, ഒന്ന് പ്രീ എംപ്റ്റീവ് മൾട്ടി ടാസ്കിങ്, ഒന്ന് നോൺ പ്രീ എംപ്റ്റീവ് മൾട്ടി ടാസ്കിങ്. സോ കോഓപ്പറേറ്റീവ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ആണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ളത്. ദി മോസ്റ്റ് പ്രിമിറ്റീവ് ഫോം, ഏറ്റവും പഴയ ഫോം. എപ്പോഴാണോ ഒരു ടാസ്ക് നിർത്തി റിലിങ്ക്വിഷ് ചെയ്യുന്നത്, എല്ലാ റിസോഴ്സസും തിരിച്ചു കൊടുക്കുന്നത്, അപ്പം മാത്രമേ അടുത്ത ടാസ്കിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് കോഓപ്പറേറ്റീവ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. Preemptive multitasking ensures every task gets a chance to execute. അതാണ് preemptive multitasking. അപ്പോൾ എല്ലാത്തിനും ഒരേപോലെ അവസരം കൊടുക്കുന്നതിനെയാണ് preemptive multitasking എന്നത്. നോൺ preemptive multitasking എന്ന് വെച്ചാൽ the process or the task is allowed to execute until it terminates. പിന്നെ ധൃതിയൊന്നും വെപ്പിക്കത്തില്ല, അത് കംപ്ലീറ്റഡ് ആവുമ്പോൾ അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റേറ്റിലോട്ട് കയറുമ്പോഴേ അടുത്ത ടാസ്ക് തുടങ്ങത്തുള്ളൂ. അതാണ് നോൺ പ്രിയംറ്റീവ് എന്ന്. അപ്പോൾ കോഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴാണോ അത് വിട്ടുകൊടുക്കുന്നത് അപ്പോഴേ ചെയ്യത്തുള്ളൂ. മറ്റേ സെക്കൻഡിൻ്റെ അകത്ത് എവ്രി വൺ വിൽ ഗെറ്റ് എ ചാൻസ്. സോ after some time the next task will get the chance to execute. And non preemptive എന്ന് പറയുന്നത് എപ്പോഴാണോ ടാസ്ക് ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റേറ്റ് പോകുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്, then the next can take place. സോ അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം ഈ ടാസ്ക് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഏത് ടാസ്ക്കാണ് ആദ്യം ചെയ്യുന്നത്, ഏത് ഓർഡറിലാണ് ചെയ്യാൻ പോകുന്നത്, അതിനെയാണ് ടാസ്ക് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നതിന് ആ യൂണിറ്റിനെയാണ് നമ്മൾ ഷെഡ്യൂളർ എന്ന് പറയുന്നത്. There are different states like ready state from running state, block state from running state, ready state from block state and completed state. ഇങ്ങനെ ഡിസിഷൻ റൂൾസ് ഡിസൈഡ് ചെയ്യുന്ന പല സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചാൽ അത് മനസ്സിലാവും. ഐ നോട്ട് സ്പെൻഡിങ് ടൈം ഓൺ ദാറ്റ്. ഇത് ചോദിച്ചിട്ടുള്ളത് ചോദിക്കാം, വാട്ട് ആർ ദി സെലക്ഷൻ ഓഫ് എ ഷെഡ്യൂളിംഗ്
ക്രൈറ്റീരിയ. സോ 5 കാര്യങ്ങളാണ്. ഒന്ന് CPU യൂട്ടിലൈസേഷൻ, പിന്നെ ത്രൂപുട്ട്, ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം, റെസ്പോൺസ് ടൈം. അപ്പം ഒരു നല്ല ഷെഡ്യൂളർ ആണെങ്കിൽ should have high CPU utilization, minimum turnaround time, maximum throughput, minimum waiting time, least response time. So ഇത് ഓരോന്നിന്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട്. CPU utilization means എത്രമാത്രം CPUവിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അത് എപ്പോഴും should be high utilization. Throughput എന്ന് പറയുമ്പോൾ the amount of data coming out at a time, executed at a time, per unit time എന്നുള്ളതാണ് throughput. Throughput എപ്പോഴും ഹൈ ആയിരിക്കണം. Turnaround time, it's a time taken by the process for completing its execution. അപ്പോൾ turnaround time എന്ന് പറയുന്നത് മിനിമം ടൈം ആയി, മിനിമം ടൈമിൽ തീർക്കണം. വെയിറ്റിംഗ് ടൈം, അപ്പോൾ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ റെഡിയിൽ നിന്ന് റണ്ണിങ്ങിലേക്ക് പോകാൻ എത്ര ടൈം എടുക്കുന്നു, അത് ഷുഡ് ബി മിനിമം. ആൻഡ് റെസ്പോൺസ് ടൈം, ഇറ്റ്സ് എ ടൈം elapsed between the submission of a process and the first process, first response. അപ്പം റെസ്പോൺസ് എന്ന് പറയുന്നത് ലീസ്റ്റ് റെസ്പോൺസ് ടൈം ആയിരിക്കും. അപ്പോൾ ഇത് 5ഉമാണ് what criteria for selecting a scheduler. ഇനി അങ്ങനെ നമ്മൾ റെഡിയിൽ നിന്ന് റണ്ണിങ്ങിലോട്ട് പോകുമ്പോൾ there will be queue. 3 തരത്തിലുള്ള ക്യൂ ആണ് ഉള്ളത്. One is job queue, other is ready queue, other is device queue. So admitted സ്റ്റേജിൽ നിന്ന് കംപ്ലീറ്റഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം പല തരത്തിലുള്ള ക്യൂയിലൂടെ പോകും. അതിൻ്റെ ഒരു ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. അഡ്മിറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് there can be job queue. ജോബ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അനദർ നെയിം ഓഫ് ടാസ്ക്, ഓർ യു കൻ യൂസ് പ്രോസസ്. സോ ജോബ് ക്യൂ ഉണ്ട്, പിന്നെ റെഡി ക്യൂ ഉണ്ട്, റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യുന്നതുണ്ട്, പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3. then there's a device queue, waiting for getting the device, IO devices. അതാണ് പ്രോസസ് ക്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഡയഗ്രാമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. സോ ഗുഡ് ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് 3 different types of queues. Job queue contains all the processes in the system. Ready queue contains which are ready for execution and waiting for the CPU, and device queue under which are waiting for the IO device. ഇനിയുള്ള ടോപ്പിക് ചില കൺഫ്യൂസിംഗ് ആണ്, ബട്ട് യു ക്യാൻ ലേൺ ഇറ്റ്, ഇറ്റ്സ് വെരി ഗുഡ്. വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷെഡ്യൂളർ? അപ്പോൾ ഇൻ ഷോർട്ട്, നോൺ പ്രിഎംറ്റീവ് ഷെഡ്യൂളിംഗ് ഉണ്ട്. സോ നോൺ പ്രിഎംറ്റീവ് എന്ന് വെച്ചാൽ വെയിറ്റ് സ്റ്റേറ്റിൽ കയറുന്നത് വരെ ടെർമിനേറ്റോ അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റേറ്റോ എത്തിയാലേ നമ്മൾ അടുത്തതിന് ചാൻസ് കൊടുക്കത്തുള്ളൂ. അതാണ് നോൺ പ്രിഎംറ്റീവ് എന്ന് പറയുന്നത്. സോ ദി കറന്റ് പ്രോസസ് അലൗഡ് ടു റൺ ടിൽ എൻഡേഴ്സ് ദി വെയിറ്റ്. 4 തരത്തിലുള്ള നോൺ പ്രിഎംറ്റീവ് ഷെഡ്യൂളിംഗ് ഉണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ലാസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ്. ഇത് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. എസ്എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാത്തിനും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്നത് നമ്മളൊരു ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പോകുന്നത് പോലെ, ആരാണ് ക്യൂവിൽ ഫസ്റ്റ് ഉള്ളത് ആ പ്രോസസ്സിനായിരിക്കും ആദ്യം ചാൻസ് കൊടുക്കുന്നത്. അതാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. അതിൻ്റെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോബ്ലം. 3 പ്രോസസ് ഉണ്ട്, P1, P2, P3. P1 10 മില്ലി സെക്കൻഡ്സ് എടുക്കും, P2 5 മില്ലി സെക്കൻഡ്സ് എടുക്കും, P3 7 മില്ലി സെക്കൻഡ്സ് എടുക്കും. സോ കാൽക്കുലേറ്റ് ദി വെയിറ്റിംഗ് ടൈമും. അപ്പം ഫസ്റ്റ് പ്രോസസ്സിന് ഒന്നും വെയിറ്റിംഗ് ടൈം ഇല്ല, 0 ആണ്. സെക്കൻഡ് പ്രോസസ്സ് 10 മില്ലി സെക്കൻഡ്സ് കഴിഞ്ഞാലേ അടുത്തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. തേർഡിന് 10 + 5 15 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പം വാട്ട് ഇസ് ദി ആവറേജ് ടൈം? ഇത് 3 കൂടെ ആഡ് ചെയ്യുന്നതാണ്. 0 + 10 + 15/3 25/3 8.33. വാട്ട് ഇസ് ദ ടേൺ അറൗണ്ട് ടൈം? ടേൺ അറൗണ്ട് ടൈം നമ്മൾ ഫുൾ എടുക്കുന്ന ടൈം, വെയിറ്റിംഗ് ടൈമും പ്ലസ് എക്സിക്യൂഷൻ ടൈമുമാണ്. സോ ഫസ്റ്റിന് 0 + 10 ആണ്. സെക്കൻഡിന് 10 + 5 എടുക്കും, 15 എടുക്കും. തേർഡിന് 10 + 5 കംപ്ലീറ്റ് ചെയ്യാൻ 7 22 എടുക്കും. അപ്പോൾ ആവറേജ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് ഇതിന് 3ന്റെയും കൂടെ ആവറേജ് ആണ്. സോ 10 + 15 + 22/3 47/3 വിച്ച് ഇസ് 15.66. ഇനി വാട്ട് ഇസ് ദി ആവറേജ് എക്സിക്യൂഷൻ ടൈം? അതെന്ന് പറയുന്നത് എക്സിക്യൂഷന് മാത്രം എടുക്കുന്ന ടൈം, വെയിറ്റിംഗ് ടൈം നോക്കത്തില്ല. ഫസ്റ്റ് പ്രോസസ്സിന് 10 എടുക്കും, സെക്കൻഡ് പ്രോസസ്സിന് 5 എടുക്കും, തേർഡ് പ്രോസസ്സിന് 7 എടുക്കും,
അതിന്റെ മൂന്നിന്റെയും കൂടെ ആവറേജ് 7.33. And you can see that 8.33 plus 7.33 is equal to 15.66. So average waiting time plus average execution time ആണ് turnaround time എന്ന് പറയുന്നത്. This is for the first come first serve ആണ്. ഇങ്ങനെ ഓരോന്നിനും ഉണ്ട്. അതിന്റെ ഡ്രോബാക്ക് എന്താണ്? It favors monopoly. അല്ലേ? ആദ്യം വരുന്ന ആൾക്കാണ് ആദ്യം ചാൻസ്. അപ്പൊ ആദ്യത്തെ ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആളാണെങ്കിൽ അയാൾ വെച്ചിരിക്കും. So it is having some disadvantages. Next one is last come first serve. So ready queueയിൽ ആരാണോ ആദ്യം വരുന്നത് അവർക്കാണ് ആദ്യത്തെ ചാൻസ് കൊടുക്കുന്നത്. അതാണ്. അപ്പം അവസാനം വന്ന ആളായിരിക്കും, പക്ഷെ റെഡി ക്യൂയിൽ അവനാണ് ആദ്യം കയറിയത്. അങ്ങനാണെങ്കിൽ അവനെ ആയിരിക്കും ആദ്യം സർവീസ് ചെയ്യുന്നത്. അതാണ് ലാസ്റ്റ് കം ഫസ്റ്റ് സർവ്ഡ് എന്ന് പറയുന്നത്. Then we have the shortest job first, SJF. അപ്പം 3 പ്രോസസ് ഉണ്ടെങ്കിൽ ആരാണോ കുറച്ച് സമയം എടുക്കുന്നത് അവർക്കായിരിക്കും ആദ്യം ചാൻസ് കൊടുക്കുന്നത്. നേരത്തെ കേസിൽ എന്താണ് നമുക്ക് കണ്ടു, 10ഉം 5ഉം 7ഉം ഉണ്ട്. അപ്പോൾ 5 ആണ് കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ P2-നായിരിക്കും ആദ്യം കൊടുക്കുന്നത്, പിന്നെ P3-ക്ക് കൊടുക്കും, പിന്നെ P1-ന് കൊടുക്കും. അതാണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. Then you have the priority based scheduling. So priority based non-preemptive ആണ്. Non-preemptive scheduling-ന്റെ അകത്ത് priority. So അതിൽ ഒന്നെന്ന് പറയുന്നത് it is you based on some parameter you are going to give the priority. So ഒരു പാരാമീറ്റർ ആണ് shortest job, ഏറ്റവും കുറവ് ടൈം എടുക്കുന്ന ആള്. അല്ലെങ്കിൽ we can give a priority to the task. ഓരോ ടാസ്കിനും നമുക്കൊരു പ്രയോറിറ്റി വാല്യൂ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ 0-ക്കും 250 ഇടയ്ക്കുള്ള ഒരു വാല്യൂ, 0-ക്കും 255 ഇടയ്ക്കുള്ള ഒരു വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. സോ ഓരോ ടാസ്കിനും നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കുന്നു. അപ്പം മാക്സിമം പ്രയോറിറ്റി 0-ക്കായിരിക്കും, 250-ക്കായിരിക്കും ഏറ്റവും കുറവ് പ്രയോറിറ്റി. സോ അതാണ് പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. You can see ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടൈമിംഗ് ഡിഫറെന്റ് ആണ്, പക്ഷെ പ്രയോറിറ്റി 0, 3, 2. 0 ഹാസ് ദി ഹയസ്റ്റ് പ്രയോറിറ്റി, 3 ഹാസ് ദി ലോവസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ ആദ്യം ചെയ്യുന്നത് ആരെയായിരിക്കും? P1-നെ ആയിരിക്കും ചെയ്യുന്നത്, പിന്നെ ചെയ്യുന്നത് P3 ആയിരിക്കും ചെയ്യുന്നത്, പിന്നെ P2 ചെയ്യത്തു. So this comes first. So this comes first, this comes second, this comes only third. P3, P2 ലാസ്റ്റ് ആയിട്ട് ചെയ്തു. സോ അതാണ് പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ്. പ്രയോറിറ്റി നമ്പർ കൊടുക്കും. Then we have preemptive scheduling, second type of scheduling. So preemptive scheduling, the schedule can preempt or stop temporarily. അതാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ്. ഇപ്പം റൺ ചെയ്യുന്നതിനെ ടെമ്പററി സ്റ്റോപ്പ് ചെയ്തിട്ട് I can select another task from the ready queue. അതാണ് preemptive scheduling എന്ന് പറയുന്നത്. There is time based preemption ഉണ്ട്, priority based preemption ഉണ്ട്. സോ അതിന് ഒരു എക്സാമ്പിൾ ആണ് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം. preemptive SJF അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം എന്ന് പറയുന്നത്. അപ്പം അവിടെ എന്താണ് നോക്കുന്നതെന്ന് വെച്ചാൽ, ഇനിയും ഇപ്പൊ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാളും കുറവ് സമയമുള്ള ഒരു പ്രോസസ്സ് വരും. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് പ്രോസസ്സിന് ചാൻസ് കൊടുക്കും. അതാണ്. സോ ഇറ്റ് ചെക്സ് വെദർ ദി എക്സിക്യൂഷൻ ടൈം ഓഫ് ദ ന്യൂ പ്രോസസ് ഇസ് ഷോർട്ടർ ദാൻ ദി റിമൈനിങ് ഓഫ് ദി ടോട്ടൽ എസ്റ്റിമേറ്റഡ് ടൈം. അപ്പൊ അതിനാണ് ചാൻസ് കൊടുക്കുന്നത്. അതിനെയാണ് preemptive SJF ഷെഡ്യൂളിംഗ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. വേറൊരു ഇതാണ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഇതെന്താന്ന് വെച്ചാൽ ഓരോ പ്രോസസ്സിനും ഈക്വൽ ചാൻസ് കൊടുക്കും. സോ ഫസ്റ്റ് പ്രോസസ്സിന് മേ ബി എല്ലാത്തിനും 3 മില്ലി സെക്കൻഡ് കൊടുക്കും. അപ്പൊ ഇതിന്റെ 3 മില്ലി സെക്കൻഡ് കൊടുത്തു കഴിയുമ്പോൾ പ്രോസസ് 2-ന്റെ 3 മില്ലി സെക്കൻഡ് കൊടുക്കും. അത് കഴിഞ്ഞ് പ്രോസസ് 3-ക്ക് 3 മില്ലി സെക്കൻഡ് കൊടുക്കും. അത് കഴിഞ്ഞ് പ്രോസസ് 4-ന്
3 മില്ലിസെക്കൻഡ് കൊടുക്കും. അപ്പോൾ എല്ലാത്തിനും ഈക്വൽ പ്രയോറിറ്റി കിട്ടുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ലൈക്ക് എ സർക്കുലർ ക്യൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. Then you have priority based preemptive scheduling. നേരത്തെ നമ്മൾ നോൺ പ്രിഎംറ്റീവ് ഷെഡ്യൂളിംഗ് ആണ് നോക്കിയത്. ഇവിടെ നമുക്ക് പ്രിഎംറ്റീവ് ഷെഡ്യൂളിങ്ങിന് ഉള്ള പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ് ഇവിടെയുണ്ട്. സോ ഇറ്റ് ഈസ് സം വേ സെയിം ആസ് ദാറ്റ് ഓഫ് ദി എന്താണ് നോൺ പ്രിഎംറ്റീവ് ഷെഡ്യൂളിംഗ് പോലെ തന്നെയാണ്, എക്സെപ്റ്റ് ഫോർ ദി സ്വിച്ചിങ് ഓഫ് ദി except for the switching of the execution between tasks. In preemptive scheduling, any high priority process entering the ready queue is immediately scheduled for execution. Whereas in non-preemptive scheduling, any high priority entering the ready queue is scheduled only after the current executing process is complete. Non-preemptive അകത്ത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അടുത്ത ഹൈ പ്രയോറിറ്റി ഉള്ളതിന് കൊടുക്കത്തുള്ളൂ. പക്ഷെ പ്രിഎംറ്റീവിന് അങ്ങനെയല്ല. ഇറ്റ് വിൽ നോട്ട് വെയിറ്റ് ഫോർ ദി കംപ്ലീഷൻ. വാട്ട് എവർ ടൈം ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ടൈം ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് ഗിവൺ. അതാണ് പ്രയോറിറ്റി ബേസ്ഡ് പ്രിഎംറ്റീവ് ഷെഡ്യൂളിങ്ങിന്റെ ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് യു ഹാവ് ഇസ് ടാസ്ക് കമ്മ്യൂണിക്കേഷൻ. ഒരു ടാസ്കും വേറൊരു ടാസ്ക് കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോസസ്സും വേറൊരു പ്രോസസ്സൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം there are cooperating process and competing process. Cooperating process സഹകരിച്ച് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള പ്രോസസ്. ഒന്നിന്റെ ഔട്ട്പുട്ട് ചിലപ്പോൾ വേറൊന്നിനും ആവശ്യമായിരിക്കും. സോ അങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് കോപ്പറേറ്റീവ് പ്രോസസ്. കോമ്പീറ്റിംഗ് പ്രോസസ് മീൻസ് they don't need any shared resources. One competes, they compete between each other. എനിക്ക് ആദ്യം മെമ്മറി വേണം, എനിക്ക് ആദ്യം ഫയൽ വേണം, എനിക്ക് ഡിവൈസ് ആക്സസ് വേണം. അങ്ങനെ കോമ്പീറ്റ് ചെയ്യുന്നതിനാണ് കോമ്പീറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ആൻഡ് കോപ്പറേറ്റിംഗ് പ്രോസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? രണ്ട് രീതിയിലാണ്. ഒന്ന് ത്രൂ ഷെയറിംഗ് ആൻഡ് അതർ ത്രൂ കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇവിടെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്റർ ടാസ്ക് കമ്മ്യൂണിക്കേഷൻ. ഒരു ടാസ്കും വേറൊരു ടാസ്കും അല്ലെങ്കിൽ ഒരു പ്രോസസ്സും വേറൊരു പ്രോസസ്സോടെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? മൂന്ന് രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഷെയർഡ് മെമ്മറി. ഒരേ മെമ്മറി സ്പേസ് രണ്ട് പ്രോസസ് തമ്മിൽ ഷെയർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ത്രൂ മെസ്സേജ് പാസിംഗ് ദി മെസ്സേജ്. ആൻഡ് മൂന്നാമത്തെ മെത്തേഡാണ് റിമോട്ട് പ്രൊസീജിയർ കോൾ, RPC ആൻഡ് സോക്കറ്റ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഓരോ ടെക്നിക്ക് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നത് നല്ലതായിരിക്കും. ഷെയർഡ് മെമ്മറി ഇങ്ങനെയാണ്. ഒരു ഷെയർഡ് മെമ്മറി ഉണ്ട്. ഇറ്റ് വിൽ ബി ആക്സസ്ഡ് ബൈ ബോത്ത് ദി പ്രോസസ്. അപ്പം ഫസ്റ്റ് പ്രോസസ്സ് ഇൻപുട്ട് മെമ്മറിക്ക് എടുക്കുന്നു, ഔട്ട്പുട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. മൈ ബി ദ പ്രോസസ് 2 takes some of that output and uses as an input and gives back the output. So everything is shared in the common memory area. അതാണ് ഷെയർഡ് മെമ്മറി എന്ന് പറയുന്നത്. ഷെയർഡ് മെമ്മറി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറയുന്നത് ഒരു പൈപ്പ് മോഡലാണ്. ഇതെല്ലാം ഡിഫറെന്റ് മോഡൽസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ആണ്. ഒന്ന് പൈപ്പ് മോഡലാണ്. ഇപ്പം ഇതേ രീതിയിൽ പ്രോസസ് 1, അപ്പം ഒരു പൈപ്പിന് 2 എൻഡ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി യൂണി ഡയറക്ഷണൽ ഓർ ബൈ ഡയറക്ഷണൽ. ആൻഡ് ദ പൈപ്പ് ഈസ് എ സെക്ഷൻ ഓഫ് ദി ഷെയർഡ് മെമ്മറി. ഓക്കെ, ആൻഡ് പൈപ്പ് സെർവർ ഉണ്ട്, പ്രോസസ് വിച്ച് ക്രിയേറ്റ്സ് എ പൈപ്പ് ക്ലയന്റ് ഉണ്ട്, പ്രോസസ് വിച്ച് കണക്ട്സ് ടു എ പൈപ്പ്. അപ്പം ഏതെങ്കിലും ഒരു പ്രോസസ് ആയിരിക്കും ആദ്യം ഉണ്ടാക്കുന്നത് ഈ പൈപ്പിനെ, പിന്നെ അതിനോട് കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉണ്ടാക്കുന്നതിനെയാണ് പൈപ്പ് സെർവർ എന്ന് പറയുന്നത്, കണക്ട് ചെയ്യുന്നതിനാണ് പൈപ്പ് ക്ലയന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു പൈപ്പ് മോഡലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പ്രോസസ് 1 അതിന്റെ ഔട്ട്പുട്ട് പൈപ്പിൽ കൊടുക്കും, പൈപ്പിന്റെ മറ്റേ എൻഡിൽ കൂടെ പ്രോസസ് 2 എടുക്കും. അതിനെയാണ് നമ്മൾ പൈപ്പ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. യു ക്യാൻ റീഡ് ഇറ്റ് ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ആൻഡ് ഓൾ. ദെൻ സെക്കൻഡ് മെത്തേഡ് ഇസ് മെമ്മറി മാപ്ഡ് ഒബ്ജക്ട്സ്. ഓക്കെ, സോ മെമ്മറി മാപ്ഡ് ഒബ്ജക്ട്സിന്റെ ഒരു ഫിഗർ ആണിത്. ഇത് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊന്നും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഴുതുമ്പോൾ പ്രോസസ് 1, പ്രോസസ് 2 എന്ന് എഴുതുക. നോ നീഡ് ടു റൈറ്റ് ഓൾ ദീസ്. നിങ്ങൾ
ഇത് കാണാതെ പഠിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എഴുതേണ്ട കാര്യം ഈ വെർച്വൽ മെമ്മറി സ്പേസ് എന്ന് എഴുതണം. ഇവിടെയും വെർച്വൽ മെമ്മറി സ്പേസ് എന്ന് എഴുതണം. ആൻഡ് ദിസ് ഇസ് ദി ഫിസിക്കൽ മെമ്മറി സ്പേസ്. അപ്പൊ പ്രോസസ് 1 എന്തോ ചെയ്യും? പ്രോസസ് 1 will write in its virtual memory space, and process 2 will write in its virtual memory space. But there is a mapping of this memory space to physical space. Physical space um memory space um map ചെയ്തിട്ടുണ്ട്. So ഇവിടെ എന്തൊക്കെ changes വരുന്നോ that will be reflected in this. Similarly, whatever changes happens here, no, it will come to the physical memory space. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് മെമ്മറി ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. യു ക്യാൻ റീഡ് ഇറ്റ്. ബാക്കി നിങ്ങൾ യു ക്യാൻ റൈറ്റ് യുവർ ഓൺ, ബട്ട് ഡ്രോ ദി ഡയഗ്രാം ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് ആണ് മെസ്സേജ് പാസിംഗ്. അപ്പോൾ ഒന്ന് ഷെയർഡ് മെമ്മറി, സെക്കൻഡ് ഇസ് മെസ്സേജ് പാസിംഗ്. ഈ മെസ്സേജ് പാസിംഗും ഇറ്റ്സ് an asynchronous method of information transfer. അതിൻ്റെ അകത്ത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടെക്നിക്സ്? ഒന്നാണ് മെസ്സേജ് ക്യൂ. So there will be a producer which sends the message, and all the message will be in the message queue, and whoever wants, another process wants the data. അല്ലേ? ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഒരു പ്രോസസ്സും വേറൊരു പ്രോസസ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഒന്ന് ത്രൂ ദി ഷെയർഡ് മെമ്മറി. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ കണ്ടതുപോലെ പൈപ്പ്, രണ്ട് മെസ്സേജ് ഒബ്ജക്ട്സ്. രണ്ടാമത്തെ മെത്തേഡാണ് മെസ്സേജ് പാസിംഗ്. അതിൽ ഒന്നാണ് മെസ്സേജ് ക്യൂ. സോ ദർ ആർ പ്രൊഡ്യൂസേഴ്സ്, ദ പ്രോസസ് വിച്ച് പ്രൊഡ്യൂസ് എ മെസ്സേജ്, ആൻഡ് ദർ ആർ പ്രോസസ്സസ് വിച്ച് കൺസ്യൂംസ് എ മെസ്സേജ്. സോ ഇത് വരുന്നതെല്ലാം മെസ്സേജ് ക്യൂവിൽ സ്റ്റോർ ചെയ്യും, ക്യൂ ചെയ്യും, ഡീക്യൂ ചെയ്തിട്ട് ആവശ്യമനുസരിച്ച് ആവശ്യമുള്ള പ്രോസസ്സ് അതിനെ എടുക്കും. അതാണ് മെസ്സേജ് ക്യൂ എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. whatever you are able to study, you can study. Okay, next is mailbox. Another important type is message queue ആണ് mailbox എന്ന് പറയുന്നത്. അതൊരു മെയിൽ ബോക്സ് പോലെ തന്നെയാണ്. ഒരു എന്താണ്, എഴുത്തു വരുന്ന ന്യൂസ് ലെറ്ററിന്റെ എഴുത്തു വരുന്ന ഒരു പെട്ടി പോലെ കാണിക്കുക. അപ്പം ടാസ്ക് 1 will post the message, and that will be broadcast to all the other tasks, task 2, task 3, task 4. ആ ഒരു കൺസെപ്റ്റിനെയാണ് മെയിൽ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ള ടാസ്ക് ആ ഡേറ്റ എടുക്കും, ആവശ്യമില്ലാത്തത് അത് നെഗ്ലക്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. സോ മെയിൽ ബോക്സ് സെർവർ ഉണ്ട്, അതാണ് ക്രിയേറ്റിംഗ് ദ മെയിൽ ബോക്സ്. ആരാണോ, ഏത് ത്രെഡാണോ മെയിൽ ബോക്സ് ഉണ്ടാക്കുന്നത് അതിനെയാണ് മെയിൽ ബോക്സ് സെർവർ എന്ന് പറയുന്നത്. ക്ലയൻസിന് അതിനോട് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സെർവർ പോസ്റ്റ് ചെയ്യുന്ന എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ത്രെഡ്സിന് കിട്ടും, സബ്സ്ക്രൈബ് ചെയ്യാത്തത് കിട്ടത്തില്ല. സോ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ മെത്തേഡാണ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. സിഗ്നലിംഗ് ഈസ് എ പ്രിമിറ്റീവ് മെത്തേഡ്. ഓക്കെ, സിൻക്രണസ് മെത്തേഡ്. അപ്പം ഓരോ പ്രോസസ് വിൽ ഫയർ എ സിഗ്നൽ. അതിന്റെ ടെർമിനോളജി നിങ്ങൾ നോക്കണം. ഫയേഴ്സ് എ സിഗ്നൽ indicating the occurrence of a scenario while the other process is waiting. Signals are not queued and they do not carry any data. Data ഒന്നും carry ചെയ്യത്തില്ല. There's just some notifications. Signal അയക്കുക എന്ന് പറയുന്നത് there are some notifications indicating the presence of some condition, occurrence of a scenario while the other process are waiting. So ഇതാണ് സംഭവിക്കുന്നത്. നോർമൽ പ്രോഗ്രാം ഫ്ലോ നടന്നുകൊണ്ടിരിക്കുന്നു. സിഗ്നൽ is delivered. അപ്പം എന്ത് സിഗ്നൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സം പ്രോസസ്സസ്, സോ സം അതർ പ്രോസസ് ഹാസ് ടു ടേക്ക് പ്ലേസ്. അതാണ് സിഗ്നൽ ഹാൻഡ്ലർ. ഈ സിഗ്നൽ വരുമ്പോൾ ഉള്ള റെസ്പോൺസ് ആണ് ഇത്. ഇന്ററപ്റ്റ് വരുമ്പോൾ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ റൺ ആകുന്നെന്ന് പറയുന്നത് പോലെ സിഗ്നൽ വരുമ്പോൾ സിഗ്നൽ ഹാൻഡ്ലർ ഇസ് എക്സിക്യൂട്ടഡ്. അത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് അഗെയിൻ ഇറ്റ് കണ്ടിന്യൂസ് ദി നോർമൽ ഫ്ലോ. സോ നോർമലി ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ ഈ സിഗ്നൽ വരുന്നത് കാരണം
another set of process, another set of instructions are executed. അതാണ് signaling method എന്ന് പറയുന്നത്. Okay, then we have the remote procedure call and sockets. അപ്പോൾ ഇപ്പോഴത്തെ എല്ലാ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തൊക്കെ ഉള്ള ടെക്നിക്കാണ് ഈ സോക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്റർനെറ്റുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ദി സോക്കറ്റ്സ്. ഓക്കെ, സോ റിമോട്ട് പ്രൊസീജിയർ കോൾ ഒരു പ്രോസസ്സും വേറൊരു പ്രോസസ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓവർ ദി നെറ്റ്വർക്ക് TCP IP അല്ലെങ്കിൽ UDP ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രൊസീജിയർ. ഓരോ പ്രോസസ്സിനും പ്രൊസീജിയർ ഉണ്ടായിട്ട് റിമോട്ട് പ്രൊസീജിയർ കോൾ ആയിട്ട് പ്രോസസ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ അത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. റിമോട്ട് പ്രൊസീജിയർ കോൾ. ദെൻ യു ഹാവ് ദി സോക്കറ്റ്സ്. സോ എസ്പെഷ്യലി TCP UDP ഒക്കെ വരുമ്പോൾ സോക്കറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. കണക്ഷൻ ഓറിയന്റഡ് ആണെങ്കിൽ TCP ആണ് ഉപയോഗിക്കുന്നത്. കണക്ഷൻ ലെസ് അൺറിലയബിൾ ആയിരിക്കും UDP എന്ന് പറയുന്നത്. സോ ദർ ഡിഫറെന്റ് പോർട്സ് ആർ യൂസ്ഡ് ഫോർ ദാറ്റ്. And sockets are used for helping the bidirectional communication. ആ കമ്മ്യൂണിക്കേഷൻ എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യും, എൻഡ് ചെയ്യുമ്പോൾ സോക്കറ്റിനെ നമ്മൾ ഡിമോളിഷ് ചെയ്ത് കളയും, നമ്മളതിനെ ഡിലീറ്റ് ചെയ്ത് കളയും. അതാണ് സോക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ആവശ്യം അനുസരിച്ച് പോർട്സ് ക്രിയേറ്റ് ആവും, ആവശ്യം കഴിയുമ്പോൾ പോർട്സ് വിൽ ബി ഡിലീറ്റഡ്. സോക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. Now, this is the topic for why we need task synchronization. നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പലതരം കണ്ടീഷൻസ് ആണ്. ഒന്ന് റേസിംഗ് കണ്ടീഷൻ, ഒന്ന് ഡെഡ് ലോക്ക്, ഒന്ന് ലൈവ് ലോക്ക്, ഒന്ന് സ്റ്റാർവേഷൻ. ഇതൊക്കെ ഡിഫറെന്റ് കണ്ടീഷൻസ് ആണ്. റേസിംഗ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ പ്രോസസ് കോമ്പീറ്റ് ചെയ്യുന്നതിനെയാണ് റേസിംഗ് എന്ന് പറയുന്നത്. ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് നൺ ഓഫ് ദി പ്രോസസ് വിൽ ബി ഏബിൾ ടു പ്രോഗ്രസ്. ഡെഡ് ലോക്ക്. ലൈവ് ലോക്ക് എന്ന് പറയുന്നത് സിമിലർ ടു ഡെഡ് ലോക്ക്, ബട്ട് ലൈവ് ലോക്ക് കണ്ടീഷൻ ചേഞ്ചസ് ഇറ്റ് സ്റ്റേറ്റ് വിത്ത് ടൈം. അതാണ് ലൈവ് ലോക്ക് എന്ന് പറയുന്നത്. സ്റ്റാർവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിന് അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് കിട്ടാതെ വരുന്നു, അതാണ് സ്റ്റാർവേഷൻ എന്നൊക്കെ പറയുന്നത്. സോ ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള problems that are issues that are coming in task. അപ്പോൾ ഇത് കാരണമാണ് നമ്മൾ ടാസ്ക് സിൻക്രണൈസേഷൻ ആവശ്യമായിട്ട് വരുന്നത്. There are some more problems like producer consumer, bounded buffer problem, readers writers problem, priority inversion. പ്രയോറിറ്റി തന്നെ ഇൻവേർട്ട് ആയിപ്പോയി. ഇപ്പം ലോവർ പ്രയോറിറ്റിക്കാണ് ആദ്യം കൊടുക്കുന്നത്, അതാണ് പ്രയോറിറ്റി ഇൻവേർഷൻ എന്ന് പറയുന്നത്. These are the issues. ഡെഡ് ലോക്കിനെ കുറിച്ച് ഒരിക്കലും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ വാട്ട് ആർ ദി ഡെഡ് ലോക്ക്, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. സോ ഡെഡ് ലോക്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് പല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. യു ക്യാൻ സി ഇഗ്നോർ ഡെഡ് ലോക്സ്, ഡിറ്റക്ട് ആൻഡ് റിക്കവർ, യു ക്യാൻ അവോയ്ഡ് ഡെഡ് ലോക്സ് ആൻഡ് പ്രിവെന്റ് ഡെഡ് ലോക്സ്. സോ ഡിഫറെന്റ് ടെക്നിക്സിനെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടാസ്ക് സിൻക്രണൈസേഷന്റെ ആവശ്യകത, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു ഡു ടാസ്ക് സിൻക്രണൈസേഷൻ, പ്രോപ്പർ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പ്രോസസ്. ഇതിനു വേണ്ടിയാണ് ടാസ്ക് സിൻക്രണൈസേഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ളതിന് മറ്റേ പ്രോസസ്സിന് കൊടുക്കാതിരിക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴല്ലേ ഡെഡ് ലോക്ക് ഉണ്ടാകുന്നത്. അപ്പം when one of them is accessing, others will not be able to access. അതിന് രണ്ട് മെത്തേഡാണ് ഉള്ളത്. വൺ മെത്തേഡ് ഇസ് ടു ബിസി വെയിറ്റിംഗ്, അല്ലെങ്കിൽ സ്പിൻ ലോക്ക് ചെയ്ത് വെക്കുക. ആ ഒരു റിസോഴ്സ് ആക്സസ് ചെയ്യുമ്പോൾ മറ്റ് റിസോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റാതെ വേണം അതിനെ ലോക്ക് ചെയ്ത് വെക്കുക. ഒന്ന് അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് ആൻഡ് വേക്കപ്പ് എന്ന് വെച്ചാൽ, ഒരാൾ ആക്സസ് ചെയ്യുമ്പോൾ മറ്റേ ആൾക്കാരെ സ്ലീപ്പ് മോഡിലേക്ക് കൊണ്ടുപോവുക. or they enter the block state, so they will not be able to access. ഇതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സെമാഫോർ. നിങ്ങൾ ഇത് ഇപ്പോൾ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് സെമാഫോർ എന്ന് പറയുന്നത്. സെമാഫോർ രണ്ട് തരത്തിലുണ്ട്, ബൈനറി സെമാഫോർ ആൻഡ് കൗണ്ടിങ് സെമാഫോർ.
The figure which ഞാൻ കാണിക്കാം. സെമാഫോർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഫ്ലാഗ്, ഒരു ഫ്ലാഗ് പോലെയാണ്. ആർക്കാണോ ഈ ഫ്ലാഗ് ഇരിക്കുന്നത് അവർക്കായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ബൈനറി സെമാഫോറിന്റെ അകത്ത് രണ്ട് പ്രോസസ് ഉണ്ട്, പ്രോസസ് 1 ആൻഡ് പ്രോസസ് 2. whoever has the flag will be able to access the shared resource. Okay, so it is like ഒരു ഹോട്ടലില് ഒരു റൂം കീ ആക്സസ് ചെയ്യുന്നത് പോലെയാണ്. സോ റിമെമ്പർ, ബൈനറി സെമാഫോറിനെ നമ്മൾ മ്യൂടെക്സ് എന്നും പറയും. It is like it is in the example ആണ് ഈ കാണിച്ചിരിക്കുന്നത്. is the room key available ആണെങ്കിൽ occupy ചെയ്യും, then other person will not be able to access. So mutex ന്റെ ഇത് കോണ്ടെക്സ്റ്റിൽ mutex object unavailable, sleep till mutex object is available. is mutex available? yes. അങ്ങനെയാണെങ്കിൽ acquire the critical section. then acquire ചെയ്ത് കഴിഞ്ഞ ശേഷം leaving critical section, release the mutex object, wake up the sleeping process. മറ്റു പ്രോസസ്സിനെ എഴുന്നേൽക്കുക, അത് രണ്ടാമത്തെ പ്രോസസ്സിനെ എഴുന്നേൽക്കുക. അപ്പോൾ ബൈനറി സെമാഫോറിന്റെ അകത്ത് രണ്ടെണ്ണമേ ഉള്ളൂ. ആർക്കാണോ ഈ സെമാഫോർ ഉള്ളത്, ഇതൊരു ടോക്കൺ പോലെയാണ്. whoever has that token will do it. next one is called counting semaphore. counting സെമാഫോറിന്റെ അകത്തും ടോക്കൺ ആണ്, ബട്ട് അതിനൊരു കൗണ്ട് ഉണ്ട്. So 3. So only 3 process can access at a time. So ഇത് ആക്സസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കൗണ്ട് വിൽ ബിക്കം 2. ഇത് ആക്സസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കൗണ്ട് വിൽ ബിക്കം 1. ആൻഡ് ഇത് ആക്സസ് ചെയ്യുമ്പോഴത്തേക്ക് കൗണ്ട് വിൽ ഈക്വൽ ടു 0. സോ ആഫ്റ്റർ ദാറ്റ് നോ അതർ പ്രോസസ് വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ. അതാണ് കൗണ്ടിങ് സെമാഫോർ എന്ന് പറയുന്നത്. അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് 3 കീ ഉണ്ട്. there are 3 keys. And this is a dormitory. Sorry about the spelling, dormitory. So there will be multiple beds. അതാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യത്തെ ആൾ വന്നു, താക്കോൽ എടുത്തു, കൊണ്ട് തുറന്നു, അപ്പൊ അയാൾക്ക് ആക്സസ് കിട്ടി. രണ്ടാമത്തെ ആൾ വന്നു, അയാൾക്ക് ആക്സസ് കിട്ടി. മൂന്നാമത്തെ ആൾ വന്നു, താക്കോൽ എടുത്തു, തുറന്നു. ഈ നാലാമത്തെ ആൾ വരുമ്പോൾ താക്കോലില്ല, സോ ഹി വിൽ നോട്ട് ബി ഏബിൾ ടു ആക്സസ്. സോ ഓൺലി 3 people out of the 5 or 6 or n, only 3 people will be able to, and that will be indicated by the counting semaphore. It's like a count, ഒരു കൗണ്ടർ ഉണ്ട്. Something like there are 3 tokens. So once the token is exhausted, it cannot be accessed. അതാണ് സെമാഫോർ മോഡൽ. ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഡിവൈസ് ഡ്രൈവേഴ്സ്. നമ്മൾ കണ്ടു ഡിവൈസ് ഡ്രൈവേഴ്സ് എന്തിനാണ് ഉള്ളത്. OSഉം ഹാർഡ്വെയറും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡിവൈസ് ഡ്രൈവേഴ്സ് ഉള്ളത്. എന്താണ് ഡിവൈസ് ഡ്രൈവറിന്റെ പർപ്പസ്? ഡിവൈസ് എന്ന് പറയുമ്പോൾ ഒരു ഹാർഡ്വെയർ ആണ്, മറ്റേത് ഇവിടെ സോഫ്റ്റ്വെയർ ആണ്. ദിസ് പാർട്ട് ഇസ് software and this part is hardware. So ഇത് തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദി ഫങ്ഷൻസ്? ഒന്ന് ഡിവൈസ് ഇനിഷ്യലൈസേഷൻ, ഒന്ന് ദെൻ ഇൻറപ്റ്റ് കോൺഫിഗറേഷൻ. ഇൻറപ്റ്റ് കോൺഫിഗർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻറപ്റ്റ് ഹാൻഡിൽ ചെയ്യാനും ഇൻറപ്റ്റ് പ്രോസസ് ചെയ്യാനും പറ്റത്തുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഇറ്റ് ഈസ് ഫോർ ദി ക്ലയന്റ് interfacing with the user applications. So ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു ഡിവൈസ് ഡ്രൈവറിൻ്റെ അകത്തുള്ളത്. നിങ്ങൾക്കറിയാം, പണ്ട് ഒരു പ്രിന്റർ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു പ്രിന്റർ മേടിച്ചാൽ അതിൻ്റെ കൂടെ ഒരു സോഫ്റ്റ്വെയർ കാണും, ഡിവൈസ് ഡ്രൈവർ, പ്രിന്ററിന്റെ ഡ്രൈവർ. ആ പ്രിന്ററിന്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ആ പ്രിന്റർ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈവൻ നമ്മുടെ വേറെ എന്ത് ഹാർഡ്വെയർ ആണെങ്കിലും there should be some software which has to be installed in the operating system which helps us to access the hardware. അതിനെയാണ് ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഇനി ഇത് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് എന്താന്ന് പറയണം. എന്താണ് ഡിവൈസ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയണം, ഇൻറപ്റ്റ് കോൺഫിഗറേഷൻ എന്താന്ന് പറയണം,
ദെൻ ഇൻട്രപ്റ്റ് പ്രോസസ്സിംഗ് എന്താണെന്ന് പറയണം, ക്ലയന്റ് ഇന്റർഫേസിംഗ്. ഈ 4 കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇപ്പോൾ ഇൻട്രപ്റ്റ് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ ഇൻട്രപ്റ്റ് എഡ്ജ് ട്രിഗേർഡ് ആണോ ലെവൽ ട്രിഗേർഡ് ആണോ എന്ന് പറയണം. ദെൻ ഇൻട്രപ്റ്റ് റിക്വസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറയണം. ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ ഏതൊക്കെയാണെന്ന് പറയണം, ഡിഫൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു ഇൻട്രപ്റ്റ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASR എക്സിക്യൂട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. സോ അതാണ് ഡിവൈസ് ഡ്രൈവേഴ്സ്. സോ ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ദിസ് ഓൾസോ ക്യാൻ ബി ആസ്ക്ഡ്, ഡിവൈസ് ഡ്രൈവേഴ്സ്. The last topic is how to choose an RTOS. This also ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാം. What are the two types? One is the functional requirements, other is the non-functional requirements. For the RTOS നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? Depends upon all these factors. One is processor support, memory requirements, real-time capabilities, hard ആണോ സോഫ്റ്റ് ആണോ വേണ്ടത്, latency, that is a delay that is occurring. ഒരു ഇൻട്രപ്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഡിലേ, അതാണ് ലാറ്റൻസി എന്ന് പറയുന്നത്. ഇൻ ദ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടാസ്ക് സിൻക്രണൈസേഷൻ ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. മോഡുലറൈസേഷൻ, മോഡ്യൂൾസ് ചെറിയ ചെറിയ മോഡ്യൂൾസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് മോഡുലറൈസേഷൻ. സോ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. സപ്പോർട്ട് ഫോർ നെറ്റ്വർക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഡെവലപ്മെന്റൽ ലാംഗ്വേജ് സപ്പോർട്ട്, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളൊരു RTOSനെ ചൂസ് ചെയ്യുന്നത്. സിമിലർലി നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ഉണ്ട്. കസ്റ്റം ഡെവലപ്ഡ് ആണോ ഓഫ് ദി ഷെൽഫ് ആണോ, വാട്ട് ഈസ് ദ കോസ്റ്റ്, ഡെവലപ്മെന്റ് ആൻഡ് ഡീബഗിംഗ് ടൂൾസ് അവൈലബിലിറ്റി, ഈസ് ഓഫ് യൂസ്, ആഫ്റ്റർ സെയിൽസ് സർവീസ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു RTOS ചൂസ് ചെയ്യുന്നത്. സോ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഈ മോഡ്യൂളിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങൾക്ക് റിയലി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ ഐ വിൽ ഷെയർ ദിസ് PPT വിത്ത് യു. സോ സം ഓഫ് ദി ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ഓൾറെഡി ആസ്ക്ഡ്, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ത്രെഡ് ആൻഡ് പ്രോസസ്. What is an operating system? Let's get the architecture of the operating system. What is deadlock? Extend the conditions favoring it. Explain the ways for detecting and preventing deadlocks. What are different types of kernels? Explain the services of kernel for a general purpose operating system. Show the different state of a task. Five state or other. Extend the types of multitasking scheduling algorithms, preemptive and non-preemptive, and the different types. What are requirements to be considered while choosing an RTOS? Last slide. What is kernel and its services? 3 marks. Differentiate between multitasking and multiprocessing. Okay, I will add some more details to that. Explain task scheduling algorithms in detail, 7 marks. So the entire thing, preemptive and non-preemptive techniques. Then what is RTOS? Distinguish between soft real-time and hard real-time systems. Explain the types of real-time operating systems. So other important data. Then what is task synchronization, and explain task synchronization issues. Adana deadlock, live lock, race, 4 conditions. Starvation. Explain the basic function in RTOS. So ഇതൊന്നും നിങ്ങൾ നോക്കിക്കൊണ്ട് ഈ വാക്കുകളൊക്കെ ഒന്ന് ഫെമിലറൈസ് ചെയ്ത് പഠിച്ചുകൊണ്ട് പോയാൽ നല്ലതായിരിക്കും. അപ്പം സാധാരണ യൂണിവേഴ്സിറ്റി ചോദിക്കുന്നത് ചോദിക്കാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നുള്ളത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, അത് ചോദിച്ചിട്ടില്ല. ഷെയർഡ് മെമ്മറി ആൻഡ് പേജ്, ഷെയർഡ് മെമ്മറിയും അതിൻ്റെ ടൈപ്സും, അതുപോലെ തന്നെ മെസ്സേജ് പാസിംഗ്, അതും അതിൻ്റെ ടൈപ്സും ചോദിച്ചിട്ടില്ല. RPC എന്താണെന്ന് ചോദിച്ചിട്ടില്ല, സോക്കറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടില്ല. സോ അതൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതൊന്ന് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് പറ്റുമായിരിക്കും ഈ ഒരു ഭാഗം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. So I hope and believe that this was useful for you. നിങ്ങൾക്ക് ഒന്ന് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കരുത്. ഇത് പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്.
സോ ഇതൊന്ന് പഠിക്കുക. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. ഐ വിൽ ഷെയർ ദി യൂട്യൂബ് ലിങ്ക്സ് ആൻഡ് അതർ മെറ്റീരിയൽസ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? Okay then, thank you everyone and all the best. നല്ലതായിട്ട് എഴുതുക.